കൊല്ലം അഞ്ചാലുമൂട് തൃക്കാരുവ മുസ്ലിം ജമാഅത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ചതായി പരാതി. കരുവ വലിയവിള സ്വദേശി അമീർ ഖാനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് യുവാവ് ആക്രമണത്തിനിരയായത്. അഞ്ചാലുമൂട് തൃക്കരുവ മുസ്ലിം ജമാഅത്തിലെ സാമ്പത്തിക ക്രമക്കേടിനെതിരെ അമീർ ഖാൻ പരാതി നൽകിയിരുന്നു. 7-ാം തീയതി നടന്ന ജമാഅത്തെ ഓഡിറ്റിംഗ് കമ്മിറ്റിയിലും യുവാവ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത്. കണ്ണിനും മുഖത്തും ഉൾപ്പെടെ പരിക്കേറ്റ അമീർ ഖാനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പും പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ യുവാവ് പ്രതികരിച്ചിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ ആക്രമിച്ചതെന്ന് അമീർ ഖാൻ പറഞ്ഞു. മുൻകൂട്ടിയുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിലവില് കമ്മിറ്റി നേരത്തെ കമ്മിറ്റികളിൽ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ കേസുകൾ കൊടുക്കുകയും വഖഫ് ബോർഡ് ആഡിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ മേളിൽ നിലവിലിരിക്കുന്ന കമ്മിറ്റിക്കും ആ കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്നവർക്ക് നേരത്തെ ഉള്ളവർക്കും ഒക്കെ സാമ്പത്തിക ക്രമക്കേടിൽ അതിനകത്ത് ഇൻവോൾവ്ഡ് ഉണ്ട്. ആ ഇൻവോൾവ്ഡ് വന്ന ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനയും ഒക്കെയാണ്, ആ ഒരു വിരോധമൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു സംഘർഷത്തിലേക്ക് നമ്മളെ ആക്രമിക്കപ്പെടത്തിലേക്ക് എത്തിപ്പെട്ടത്. ഒരു ഗൂഢാലോചനയായിട്ടാണ് അവർ വന്നത്. സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസിന് പരാതി നൽകി. അമീറിന്റെ മൊഴിയെടുത്ത പോലീസ് സിയാദ്, സാദിഖ്, സിദ്ദിഖ് എന്നിവർക്കെതിരെ കേസെടുത്തു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നതാണ് ആരോപണം. ജമാഅത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ നിരന്തരമായി വലിയ ക്രമക്കേടുകളുള്ളതായും അന്വേഷണം വേണമെന്നും അമീർ ആവശ്യപ്പെടുന്നു. ഇത് പൊതുജനങ്ങൾക്കിടയിലും ചർച്ചയാണ്. യുവാവിനെ ആക്രമിച്ച പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.